വൺ ഡേ വ്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാണ്ട വരുന്ന കുരുപ്പുകൾ ഓരോന്നോരോന്ന് ഐറ്റമ്മ ചക്കിക്കുട്ടി ജാനുപെണ്ണ് ഇവര് മൂന്നും ഇപ്പോൾ ഇവിടെ താഴെ ഉണ്ട് കേട്ടോ. വരുന്ന മേളിപ്പോൻ നമുക്ക് മേളിൽ പോയിട്ടെ അവിടുത്തെ കാഴ്ചകളും കൂടെ ഒക്കെ ഒന്ന് കണ്ടുതരാം. രാവിലെ നല്ല സൂര്യനൊക്കെ ഉദിച്ച് നല്ല അടിപൊളിയായിട്ട് നല്ല വെയിലൊക്കെ വരുന്നുണ്ട് അല്ലേ. ഞാൻ മേളിൽ പോകുന്നു. ആരാ വരുന്നേ? ആരൊക്കെ വരുന്നത്? ഞാൻ മേളിൽ പോവേണേ. അപ്പോൾ മേളിൽ പുതിയ വിശേഷം എന്ന് പറയാൻ ഞങ്ങൾ കുറച്ച് താറാവുകളെ മേടിച്ചു. 6 പുതിയ താറാവ് കുട്ടികളെ മേടിച്ചു. കുട്ടികളല്ല, അവർ മുട്ടയിടാറായതാണ്. മേടിച്ചിട്ട് ഇന്നലെ അവരെ കൂട്ടിൽ നിന്ന് പുറത്തൊന്നും ഇറക്കിയില്ല. നമ്മൾ കൂട്ടിൽ തന്നെ ഇട്ടിരുന്നായിരുന്നു. കാരണം പുതിയ സ്ഥലം പുതിയ ഏരിയ ഒക്കെ ആയപ്പോഴത്തേക്ക് അവർക്കതൊരു പേടിയാവണ്ടെന്ന് കരുതി നമ്മൾ ഇറക്കിയില്ല. അങ്ങനെ ഇന്നിപ്പോൾ രാവിലെ രവന്മാരെ പിടിച്ചങ്ങ് കൂട്ടിലാക്കി. കുട്ടിപ്പട്ടാളകളെ പിടിച്ചതോ കൂട്ടിലാക്കിയിട്ട് കണ്ട ജിമ്മി അവിടെ ഇരിക്കണേ. ഇവരെ അങ്ങ് തുറന്നു വിട്ടു. കാരണം ഒരു ഇച്ചിരി പരിചയം ഇവർക്ക് ഇവിടെ ആവണമല്ലോ, ആയെങ്കിലല്ലേ നമുക്ക് തുറന്നു വിടാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും കൂടെ ഒറ്റയടിക്ക് ഇറങ്ങി കുളത്തിൽ നിന്ന് കുളിക്കണണ്ട. എന്നെ കണ്ടപ്പോൾ കയറി പോവുകയാണ് കേട്ടോ. പേടിയുണ്ട്, ഭയങ്കര പേടിയാ. ഇവരെ ഇറക്കി വിട്ടതിൻ്റെ പേരിൽ നമ്മൾ കുട്ടീസിനെ എല്ലാം കൂടെ കൂടിനകത്ത് ഇട്ടിരിക്കുകയാണേ. എന്തുവാ എന്തോ 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 ഇവിടെ എന്തോ ഇവിടെ റാണിയമ്മേ, റാണിയമ്മയ്ക്ക് ഇപ്പോൾ ഏത് സമയം ഒരു പുതിയ കൂട് കൊടുത്തപ്പോൾ അബദ്ധമായെന്നാ തോന്നുന്നു കേട്ടോ. ഏത് സമയം പെണ്ണിന് ഉറക്കം എന്തുകൊണ്ട് കിടക്കുന്നുണ്ടോ? ചാക്കിൽ ചുരുണ്ടുകൂടി മാറടാ ജിമ്മി, കാണിക്കിട്ടാ അവളാ കേട്ടാ. ചാക്കിൽ ചുരുണ്ടുകൂടി ഒരേ കിടത്തിയാണ് റാണി. പുറത്തിറങ്ങാറില്ല. അതിനു വേണ്ടി ഇപ്പം എന്താ സംഭവം എന്ന് വെച്ചാലോ, ഉറന്നപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ വന്നിട്ടുണ്ട്. അതിനു വേണ്ടി ഇപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ റാണി ഭയങ്കരമായിട്ട് വണ്ണം വെച്ചിട്ടുണ്ട്. എക്സസൈസ് റാണിക്ക് തീരെയില്ല. പുതിയ കൂടിലെ തണുപ്പ് പറ്റി ഇങ്ങനെ സുഖമായിട്ട് അങ്ങോട്ട് കിടന്നുറങ്ങുക. അത് തന്നെ നമ്മുടെ റാണിക്കുട്ടമ്പ്രാട്ടിയുടെ ഒരു രീതിയായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ. അല്ലയോ അല്ലേ? അണ്ണ രാവിലെ കൃഷിയിലാണ്, തെങ്ങിന് തടം എടുക്കുകയാണ് കേട്ടോ. അവിടെ ഭയങ്കര ഒരു വിളി നടക്കുന്നത്, എന്തോ കാര്യമെന്ന് അറിയാൻ പറ്റും. ഞാനൊന്ന് നോക്കട്ടെ. മഞ്ഞളൊക്കെ നട്ടിരിക്കുകയാണ് കേട്ടോ നമ്മള്. കുറേ പണിയുള്ളതുകൊണ്ട് ഞാൻ ആ വീഡിയോ അന്നേരം അവിടെ വെച്ചങ്ങ് നിർത്തിയിട്ട് താഴെ വന്ന് ജോലിയെല്ലാം ഒതുക്കി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഷോപ്പിൽ പോകാൻ വേണ്ടി റെഡിയായിട്ട് ഇവിടെ ഒരുത്ത കുറേ നേരം കൊണ്ടേ അങ്ങ് ഭയങ്കര ബഹളം. എന്നാണ്ട് ഈ നിൽക്കുന്ന കുരുത്തങ്കിട്ട ചെറുക്കൻ, ഈ ജിമ്മി ചെറുക്കൻ കണ്ട, അവൻ കിയോ 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 എന്ന് പറഞ്ഞാൽ വിളിക്കുമ്പോൾ അമ്മ എന്നൊക്കെ കേൾക്കുന്നതാണ് അതിനകത്ത്. ചാക്കപ്പൻ ഞാനീ അമ്മാമ്മ ഈ. അപ്പോൾ ഇവരെ ഇനി ഈ കൂട്ടിലോട്ട് ആക്കിയിട്ട് വേണം എനിക്ക് ഷോപ്പിൽ പോകാനുണ്ട്. കണ്ട അവന് ഞാൻ എവിടെയെങ്കിലും പോകാൻ കഴിഞ്ഞാൽ അവന് ഭയങ്കര പ്രശ്നമാണ്. വാ കൂട്ടി കയറണ്ടേ? വാ കൂട്ടി കയറി പോ ഓടിപ്പോയി കൂട്ടി കയറി ചെല്ലേ. റാണമ്മ പോയി കൂട്ടി കയറി. റാണമ്മ ഉണ്ട ഏസമയം റെസ്റ്റ് എടുത്തപ്പോൾ ഇരിക്കുന്ന ഇരുത്തണ്ട റാണി. വണ്ണം കൂടി റാണി മുത്തശ്ശിക്ക് കേട്ടാ. തടിയൊക്കെ കുറച്ച് കുറയ്ക്കണം. ജാക്കപ്പിൻ്റെ ബെൽറ്റ് ഇല്ല കേട്ടാ. റാണി ജിമ്മി ഈ കുരുത്തം കേട്ടവൻ ചെറുക്കൻ്റെ ബെൽറ്റ് കടിച്ച് കുറച്ച് കളഞ്ഞു. അപ്പോൾ ജാക്കിക്ക് ഇപ്പം ബെൽറ്റ് ഇല്ല. ഇനി ഒരെണ്ണം മേടിക്കാൻ പോകാനൊന്നും സമയം കിട്ടിയില്ല. ഇല്ല പാപ്പോ വന്ന് അങ്ങ് വിളിയും ബഹളോ എന്തൊക്കെയാ ഇവിടെ. ബാ എല്ലാവരും വാ ഓടിപ്പോയി കൂട്ടി കയറ്. കൂട്ടി കയറ്. മണിക്കുട്ടി പോകുന്ന പോക്കുണ്ട്. മണിക്കുട്ടി ഇതാ ഇവിടെയൊക്കെ കടിച്ച് പറിച്ചൊക്കെ വെച്ചിരിക്കുന്നു. ഇനി മരുന്നിട്ട് കൊടുക്കണം മണിക്കുട്ടിക്ക്. കൂട്ടി കയറേ. ഡേ മതി സ്കാനിങ്. കൂട്ടി കയറ്. കുറേ നേരം കൊണ്ട് എന്നെ കയറടാ പാപ്പ. പാപ്പ കൂട്ടി കയറടാ. വാടാ ഇങ്ങോട്ട് വാടാ സുന്ദരൻ ചെക്ക. പാപ്പക്കുട്ടാ പാപ്പി. എടാ ജാക്കപ്പാ ജിമ്മി ഇങ്ങോട്ട് വാ. എവിടെ പോണ് ജാക്കി? വാ എവിടെയാ? അടിപൊളി കൂടല്ലേ. അവിടെ റാണിയുണ്ടോ സുഖമായിട്ട് ടൈലിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടോ? എന്താ കീക്കുപ്പാക്കി മണിക്കുട്ടിയും കിടന്ന് ഉറങ്ങാനായിട്ട്. അവന് സമാധാനമില്ല. കാരണം അവന് താഴെ പോണം. എന്തോ അടി വെളിയിലിറങ്ങി അടിക്കും ഞാൻ. ഇങ്ങോട്ട് വാ കൂട്ടി കയറാം. എനിക്ക് കടയിൽ പോണം. ഇങ്ങോട്ട് വരാം. ജാക്കി ഇനി ഇറങ്ങരുത്.
ജാക്കി ഇനി ഇറങ്ങരുത്, ടൈം കഴിഞ്ഞ് കൂട്ടി കയറ്. കയറ് കയറ് കയറ്. ജിമ്മി ഇങ്ങോട്ട് വാ, ഇനി കൂട്ടി പോക്ക്. പക്ഷേ എനിക്ക് കടയിൽ പോകണോ? എനിക്ക് കൂട്ടി കയറണം. ഓടിയാ ഇനി കടയിൽ പോകണം. വേമ്പാ വേമ്പാ വേമ്പാ, കൂട്ടി കയറി. ഇങ്ങോട്ട് വാ ചെറുക്ക, ഇങ്ങോട്ട് വരാൻ. അടിക്കും ഞാൻ ജിമ്മീന. ഞങ്ങൾ താറാക്കുട്ടികളെ ഒന്ന് കാണിച്ചു തരാം. തുറന്നു വിടുമ്പോൾ അവരെ കിട്ടത്തില്ല കേട്ടോ. ഇവരാണ് ഞങ്ങളുടെ പുതിയ അംഗങ്ങൾ. ഈ സൈഡിൽ നിൽക്കുന്ന 3 പേര് പഴയ ആൾക്കാർ, അവിടെ നിൽക്കുന്ന 6 പേരാണ് ഇപ്പോൾ ഞങ്ങൾ പുതിയതായിട്ട് മേടിച്ചത്. കണ്ട, അവർക്ക് പേടി ഇതുവരെ മാറിയിട്ടില്ല. സുന്ദരി പെൺപിള്ളേരാണ്, എല്ലാം പെൺപിള്ളേരെയാണ് മേടിച്ചത്. കാരണം ഇവിടെ ഓൾറെഡി 2 ആൺപിള്ളേരുണ്ട്. അപ്പോൾ പിന്നെ വീണ്ടും ആൺപിള്ളേർ വന്നാൽ ശരിയാവില്ല. നമുക്കിവിടെ മൊത്തം പെൺപിള്ളേരാന്നേ. രാവിലെ കുളിയും തേവാരമൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക എല്ലാവരും. ജിമ്മി പൊട്ട വന്നിട്ടുണ്ട്. കൂട്ടി കയറണില്ലേ? എനിക്ക് സമയമില്ല, കടയിൽ പോകണം. വേണം വേണം, വാ വാ വാ, കൂട്ടി കയറ. വാ 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 ഇങ്ങോട്ട്. ഓടിയാ ഓടിയാ ഓടിയാ, കൂട്ടി കയറ്. വാ വാ, നല്ല കുട്ടിയല്ലേ. കയറ് 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 കയറ്, കൂട്ടി കയറ്. ഇങ്ങോട്ട് വരാൻ അടിക്കും ഞാൻ. ഇത് എന്നും ഇല്ലാത്തൊരു ശീലം എന്തെന്ന്. ഇങ്ങോട്ട് വരാ ജിമ്മിയാ, കൂട്ടി കയറ് കൂട്ടി കയറ്. ദേഷിച്ചാലേ നീ കൂട്ടി കയറും. ഉണ്ടോ 2 ദേഷിച്ചപ്പോൾ ജിമ്മി കൂട്ടി കയറിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പോട്ടാ, ബൈ ബൈ. കടയിൽ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ കാണാം വാതുകം ഒന്ന് എല്ലാവരും നിരന്ന് നിൽക്കുകയാണ്. സുന്ദരി ഇതുപോലെ അവിടെ മരത്തിൻ്റെ ചെടിയുടെ ചുവട്ടിൽ നല്ല തണൽ വെറ്റി കിടക്കുക. സുന്ദരി വീണ്ടും പ്രഗ്നൻ്റ് ആയതെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഒരു ഊരുതണ്ടി ഇവിടെ ഉണ്ട്, മണിക്കുട്ടിയുടെ സഹോദരി ഇവിടെ ഉണ്ട്. ബാക്കിയുള്ളവരൊക്കെ എവിടേക്കോ കറങ്ങാൻ പോയിരിക്കുകയാണ്. രാവിലെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളെ കാണുമ്പോൾ അവർക്ക് ഓടി വന്ന് ഫുഡുണ്ടോ എന്ന് ചോദിച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ല. ഞാൻ എപ്പോഴും കൊടുത്താൽ ചിലവ് നോക്കണ്ടേ, 2 നേരം തരുന്നില്ലേ, അതൊക്കെ പോരെ. എടാ കിളവ, ഇവനെ നമ്മൾ കിളവാന്ന്, ആളിച്ചിരി പ്രായമുണ്ട് കേട്ടോ, അതുകൊണ്ട് കിളവ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ വീട് പൂട്ടി ഞങ്ങൾ നേരെ കടയിലേക്ക്. എല്ലാവർക്കും ബായ്. ഡേയ് ബായ് ബായ്. നോക്കണണ്ട. ഡേയ് ഡേയ് കിളവാ, എടാ കിളവാ. അണ്ണനെ നോക്കിക്കൊണ്ടിരിക്കുക, കാരണം അണ്ണനാണല്ലോ എപ്പോഴും ഫുഡ് കൊടുക്കുന്നത്. അണ്ണ ഇനി ഒന്നോ തരുമോ എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പോട്ടേടാ, എടാ പോട്ടേടാ ഇറക്കാം. ബൈ.